നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം സോനം വാങ്ചുക്ക് അവരുടെ പക്ഷത്ത് ചേർന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അഭിജിത്ത് ദീപ്കെ എന്താ പറയാ ചിറകൊടിഞ്ഞ പാറ്റയായി അഭിജിത്ത് ദീപ്കയും കൂട്ടൻ ഇരിക്കുന്നു. ആ ചിറകൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് തുന്നിക്കൂട്ടാൻ വേണ്ടിയിട്ട് MA ബേബിയും ബ്രിട്ടാസും ഇവിടുന്ന് AA റഹീമും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുറെ കാലം കൂടി ശ്രമിക്കട്ടെ. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ അവിടെ സമരത്തിന് പോയ ബ്രിട്ടാസും AA റഹീമും ഇവിടെ കേരളത്തില് ഇതിന്റെ 100 ഇരട്ടി. ഇതിപ്പം ഒരു പരീക്ഷാ പേപ്പർ ലീക്ക് ചെയ്തൊരു സംഭവമാണ്. നീറ്റിന്റെ പരീക്ഷ പേപ്പർ ലീക്ക് ചെയ്ത സംഭവമാണല്ലോ ഇവർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ പരീക്ഷ റദ്ദ് ചെയ്യുകയും പകരം പരീക്ഷ നടത്തുകയും അത് സംബന്ധിച്ചുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തീർന്നു കഴിഞ്ഞു. മാത്രമല്ല, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന നീറ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി മാറ്റുകയും ഇത്തരത്തിൽപ്പെട്ട ഒരു തരത്തിലുള്ള ലീക്കേജും ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. ഇതിൽ ഉൾപ്പെട്ട 13 പേരെ അറസ്റ്റ് ചെയ്ത് അവർക്ക് അവരുടെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു CBI. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി അവിടെ പോയി കണ്ട് ഈ പാർട്ടികൾക്ക് കഞ്ഞി വെക്കുന്ന ഈ AA റഹീം മനസ്സിലാക്കേണ്ടത്, ഇവിടെ AA റഹീമിന്റെ പാർട്ടി ഇവിടെ ചെയ്ത തോന്നിവാസങ്ങൾ ഇതിന്റെ 100 ഇരട്ടിയാണ്. PSCയിലെ ഈ പ്ലാനിംഗ് ബോർഡിലേക്കുള്ള ഈ പരീക്ഷാ തട്ടിപ്പ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ പെടാൻ പോകുന്നത് AA റഹീമിന്റെ പാർട്ടിയാണ്, ബ്രിട്ടാസിന്റെ പാർട്ടിയാണ്, ബേബിയുടെ പാർട്ടിയാണ്. അപ്പൊ ഇവര് ചെയ്ത ഏറ്റവും വലിയ തോന്നിയാസം, ഈ തോന്നിയാസങ്ങളൊക്കെ കേരളത്തിൽ ചെയ്തിട്ടാണ് ഇവർ ഡൽഹി പോയി കണ്ട് മറ്റേ കഞ്ഞിയൊക്കാൻ പോയത്. ഇവരുടെ ഈ SFI പഴയ കഥയറില്ലേ, ശിവരഞ്ജിത്ത്, പ്രവീൺ, നസീം, ഈ 3 പേര്, അതായത് CPO സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ PSC പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി നടത്തിയിട്ട്, അതായത് ഈ മൊബൈൽ ഫോണിൽ ഈ ചോദ്യങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പുറത്തുള്ള ഒരു ക്യാമ്പിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഉത്തരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കും 2ാം റാങ്കും 28ാം റാങ്കും അങ്ങനെ 3 പേര് SFIയുടെ ഈ നേതാക്കന്മാർ, ശിവരഞ്ജിത്തും ഈ പ്രവീണും നാസിം, 3 നേതാക്കന്മാര് ഈ PSC റാങ്കിൽ 1ഉം 2ഉം 28ഉം സ്ഥാനങ്ങൾ നേടിയ സംബന്ധിച്ച അന്വേഷണം അവസാനം ഈ ഒരു റീടെസ്റ്റ് ഇവർക്ക് നടത്തിയപ്പോൾ വട്ടപൂജ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പരീക്ഷാ തട്ടിപ്പുകളുടെ ആശാന്മാരാണ് ഈ പറയുന്ന CPMകാർ, ഈ പറയുന്ന SFIക്കാർ. ഇവരാണ് അവിടെ പോയി കണ്ട് ഷോ നടത്തുന്നത്. ഇവരാണ് എന്താ പറയാ വിദ്യാർത്ഥികളുടെ രക്ഷകന്മാരെന്ന് പറയുന്നത്. ഇതൊക്കെ വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞേ. ഒരു വിദ്യാർത്ഥി അവിടെ ഇല്ല, ഒരു വിദ്യാർത്ഥിയും അവിടെ ഇല്ല, ഒരു നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയോ രക്ഷിതാവോ അവിടെ ഇല്ല. അവിടെ ഉള്ളത് മുഴുവനും എങ്ങനെ നരേന്ദ്രമോദിയെ തകർക്കാം, എങ്ങനെ BJPയെ തകർക്കാം എന്ന എന്താ പറയാ അജണ്ടയുമായി എത്തിച്ചേരുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളാണ് അവിടെ ഉള്ളത്. ഏതായാലും ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരൊക്കെ പിടിയിലാകും. അതോടുകൂടി ഈ പാറ്റകളെ പിന്നെ കാണില്ല. പാറ്റകളുടെ കഥ കഴിഞ്ഞു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ CJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരം പൊളിയുകയാണ്. അതാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്കറിയാലോ, അഭിജിത്ത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നു. ഇവിടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ രൂപീകരിച്ച് യുവാക്കളെ കൂട്ടിയിട്ട് സർക്കാരിനെതിരെ ഒരു സമരം. ഇതാണ് അഭിജിത്ത് ദീപ്കെയുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ തുടങ്ങിയ ആ മൂവ്മെന്റ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ BJP സർക്കാരിനെ അട്ടിമറിക്കുക, മോദിയെ സ്ഥാനഭ്രഷ്ടനാക്കുക. അതായത് ഇവരുടെയൊക്കെ മുന്നിൽ നേരത്തെ ശ്രീലങ്കയിൽ സംഭവിച്ച പോലെ, ബംഗ്ലാദേശിൽ സംഭവിച്ച പോലെ, നേപ്പാളിൽ സംഭവിച്ചതുപോലെ ജനാധിപത്യ രീതിയിൽ എന്തായാലും മോദി സർക്കാരിനെ വീഴ്ത്താൻ പറ്റില്ല. അപ്പൊ ഇനി ഒരേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ അയൽ രാജ്യങ്ങളിലൊക്കെ നടന്നതുപോലെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം നടത്തുക. അങ്ങനെയാണ് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു നിരീക്ഷണം. അതായത് യുവാക്കൾ പാറ്റകളാണ് എന്ന രീതിയിൽ ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്ന് ഇവർ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെയൊന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞില്ല എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദീകരിച്ചതാണ്. ഞാൻ അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അഭിജിത്ത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് വന്ന് ഈ ഡൽഹി ജന്തർ മന്ദിറിൽ ഒരു പ്രക്ഷോഭ സമരത്തിന് തുടക്കം കുറിച്ച കഥ നമുക്കറിയാം. അങ്ങനെ ഒരു 1.5 മാസം പിന്നിടുന്നു. ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നിരാഹാരം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ അർദ്ധരാത്രിയോടെ നേരത്തെ തന്നെ നദ്ദ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചിരുന്നു. സോനം വാങ്ചുക്കുമായി ചർച്ച നടത്തി. നേരെ മറിച്ച് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, അഭിജിത്ത് ദീപ്കെയുടെ നേതൃത്വത്തിലുള്ള CJP കേന്ദ്ര സർക്കാരുമായി
ഒരു ചർച്ചയ്ക്ക് ഇതുവരെ സന്നദ്ധമായിട്ടില്ല. നേരത്തെ നദ്ദ പറഞ്ഞു എൻ്റെ ഓഫീസിലോ എൻ്റെ വീട്ടിലോ വെച്ച് ചർച്ചയ്ക്കുള്ള ഒരു വേദി ഒരുക്കാം, നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ അഭിജിത്ത് ദീപ്കയുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പ്രധാൻ രാജിവെക്കണം. അതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഇവരൊന്നുമില്ല. അതിന്റെ കൂടെ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഇതിലേക്ക് എന്താ പറയാ, രാജ്യവിരുദ്ധ ശക്തികളുടെ ഒഴുക്ക് ഓരോ ദിവസവും കൂടുകയാണ്. അവിടെ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവര് സമരം എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ഈ ജൻസി കലാപം, ജൻസി പ്രക്ഷോഭം എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ അതൊന്നും ഉയർന്ന മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമർ ഖാലിദിനെ വിടണം, കാശ്മീരിനെ പാകിസ്ഥാൻ കൊടുക്കണം, അവിടെ 370 പുനഃസ്ഥാപിക്കണം, FCRI മറ്റേ ഭേദഗതി അതിന്ന് സർക്കാർ പിന്നോട്ട് പോകണം, പിന്നെ അത്തരം ഇതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെയാണ് അവിടെ ഉയരുന്നത്. അവിടെ പോകുന്ന ചെറുപ്പക്കാര്, നമ്മളൊരു സോഷ്യൽ മീഡിയ ഒരു ഇന്റർവ്യൂവിൽ കണ്ടല്ലോ, ഒരു വയനാട്ടിൽ നിന്നെത്തിയ ഒരു പയ്യനട്ടം പറയുന്നത് എന്താ വെച്ചാൽ ലോകാവസാനത്തിൽ പാറ്റകൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നേരിൽ കാണാൻ വേണ്ടിയിട്ട് വന്നതാണത്രേ ഒരു കോന്തൻ. വേറെ കുറെ ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ മൂന്ന് BJP-യുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. അത് സമ്മതിക്കില്ല. അതിനൊക്കെയാണ് ഇവര് ഡൽഹി പോയി സമരം ചെയ്യുന്നത്, ജന്തർ മന്ദറിൽ. അപ്പം CJP-യുടെ സമരം ഒരു പ്രഹസനമാണ് എന്നും ഇതിൽ കടന്നുകൂടിയത് മുഴുവനും നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതും വെളിപ്പെട്ട് കഴിഞ്ഞു. ഇത് വളരെ കൃത്യമായി സോനം വാങ്ചുക്കിന് അറിയാം. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതോടെയാണ് യഥാർത്ഥത്തിൽ CJP-യുടെ ഈ പ്രതിഷേധ സമരം ലോകം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആരും അറിയപ്പെടാത്ത ഇവൻ ഇവിടെ വന്നിട്ട് കുറെ ഷോ കാണിച്ചു. ഇവൻ ആദ്യം കരുതി എന്താണ്, അമേരിക്കയിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവൻ അറസ്റ്റ് ചെയ്യും, ആകെ ഭയങ്കര പ്രക്ഷോഭമാകും എന്നൊക്കെ ആയിരുന്നു ഇവന്റെ വിചാരം. പക്ഷേ ഇവൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പം പോലീസുകാർ ഇവന് എന്താ വേണ്ടത്, നിങ്ങൾക്ക് സമരം ചെയ്യണോ, സമരം ചെയ്തോ, മുൻകൂർ അനുമതിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ എതിരേറ്റ് കൊണ്ടുപോയി കണ്ട് സമരം ചെയ്യിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ, അതോടുകൂടി ഇവന്റെ ഈ മനക്കോട്ടകളൊക്കെ പൊട്ടി. ആകെ 200-300 ആൾക്കാരായിരുന്നു തുടക്കത്തിൽ ഈ ഒരു സമരവേദിയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് സോനം വാങ്ചുക്കിനെ ഇറക്കിയത്. സോനം വാങ്ചുക്ക് വന്നതോട് കൂടിയിട്ടാണ് ജനശ്രദ്ധ, ലോകത്തിന്റെ ശ്രദ്ധ. കാരണം സോനം വാങ്ചുക്ക് ഒരു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ശ്രദ്ധേയമായ ഇത്തരത്തിലുള്ള ഒരുപാട് നിരാഹാര സമരങ്ങളൊക്കെ നടത്തി പരിചയമുള്ള ഒരാളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോനം വാങ്ചുക്ക് കഴിഞ്ഞ 26 ദിവസമായി നിരാഹാര സമരം നടത്തിയപ്പോ അതിനോടനുബന്ധിച്ച് CJP-ക്ക് ഒരു വലിയ ജനപിന്തുണ ലഭിക്കുകയാണ്. ഈ ജനപിന്തുണ എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ 90% ഈ തരത്തിലുള്ള വിഘടനവാദികളാണ് ഇതിനുള്ളിൽ എത്തിച്ചേരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഭയങ്കര മാധ്യമ ശ്രദ്ധ പതിഞ്ഞു. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ്സുകാര് നിൽക്കക്കള്ളിയില്ലാതെ ഇതിൽ ചാടി വീണിട്ട്, കാരണം തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് പോയി പോകുന്നു. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്, ഈ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി ആകാൻ പോകുന്നോ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇതിന്റെ അകത്ത് കടന്നു വന്നിട്ട് ഇവരുടേതായ രീതിയിലുള്ള ഇവര് CJP-യുമായി ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമല്ല, കോൺഗ്രസിന്റേതായ രീതിയിൽ ഒരു സമര ആഭാസം, അതായത് പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. അവിടെ സ്വാഭാവികമായും പോലീസ് ഇടപെടുന്നു, അങ്ങനെ സംഘർഷം ഉണ്ടാകുന്നു. ഇന്നലെ അവർ മറ്റൊരു ഷോ കാണിച്ചു, ഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്ക് പോകുന്നു, അവിടുന്ന് പ്രാർത്ഥന ജനഗണമന ചൊല്ലുന്നു. അങ്ങനെ ഇവരുടെ ഒരു ഷോ ഒരു ഭാഗത്ത് നടക്കുന്നു കേട്ടോ. CPM-ന്റെ കാര്യം പിന്നെ പറയാനില്ല, നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ചുരുക്കത്തിൽപ്പെട്ട റഹീമിനെ പോലുള്ള കുറച്ച് ആൾക്കാർ, ബ്രിട്ടാസിനെ പോലുള്ള കുറച്ച് ആൾക്കാർ ഈ പാറ്റകൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നു. അതവിടെ കൊടുക്കട്ടെ, കാരണം പാറ്റകൾ ജീവിച്ചു പോകണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോനം വാങ്ചുക്ക് CJP-യുമായി വിട പറയുന്നു, അല്ലെങ്കിൽ CJP-യുടെ കൂടെ നിന്ന് ഇനി കൂടെ ഇല്ല എന്നുള്ള രീതിയിലാണ് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ആരുടെ അഭ്യർത്ഥന പ്രകാരം? കേന്ദ്രമന്ത്രി നദ്ദയുടെയും, അതായത് BJP മന്ത്രിസഭയിലെ പ്രമുഖരായ മന്ത്രിമാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് സോനം വാങ്ചുക്ക് നിരാഹാര വ്രതം അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല സോനം വാങ്ചുക്ക് കൃത്യമായി പറയുന്നു, ഈ CJP-യുടെ ഈ പറയുന്ന പ്രക്ഷോഭത്തിലേക്ക് ഒരുപാട് ദേശവിരുദ്ധ ശക്തികൾ ഇതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.
ഞങ്ങൾ ഉദ്ദേശിച്ച സമരം ഇതല്ല, സമാധാനപരമായ സമരമാണ് CJP ഉദ്ദേശിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിരാഹാരം കടന്നത്. പക്ഷേ ഇപ്പം സമരമാകെ മാറിയിരിക്കുന്നു. ഇത് ആര് കൈവശപ്പെടുത്തിയിരിക്കുന്നു? ദേശവിരുദ്ധ ശക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന് സോനം വാങ്ചുക് പറയുന്നു. സോനം വാങ്ചുക്കിന്റെ ഭാര്യ കോൺഗ്രസിനെതിരെ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കോൺഗ്രസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ ഈ ഒരു സമരം നടത്തുന്നത്. CJPയുടെ സമരവുമായി ഒരു തരത്തിലും ഇവർ ഐക്യപ്പെടാൻ വന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ സോനം വാങ്ചുക്കിന്റെ ഭാര്യ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അപ്പൊ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ BJPയുടെ അഭ്യർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നിരാഹാര വ്രതം അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി CJP ഇപ്പം ഒരു നാഥനില്ലാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അഭിജിത് ദീപ്കയൊക്കെ ഒരാളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരാൾ തുടർന്ന് ഈ സമരം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ CJP പിളരുകയാണെന്ന് അർത്ഥം. CJP പിളരുകയാണ് എന്ന് പറഞ്ഞാൽ സോനം വാങ്ചുക്കിന്റെ ഒരു അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം കൊണ്ട് അദ്ദേഹമാണല്ലോ നിരാഹാരം നടത്തുന്നത്, അദ്ദേഹമാണല്ലോ ഇതിന്റെ നായകൻ എന്നുള്ള രീതിയിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ പിൻവലിയുകയാണ് എന്ന് പറഞ്ഞാൽ സോനം വാങ്ചുക്ക് ഇല്ലാതെ അഭിജിത് ദീപ്കയും പിന്നെ കുറച്ച് അവിടെ ചെന്നിരിക്കുന്ന ആൾക്കാർ നമ്മുടെ വേടനൊക്കെയാണ് അവിടെ ചെന്നിരുന്നാണ്ട് വേടൻ പാട്ട് പാടുന്നത്. വേടന്റെ പാട്ടല്ല, വേടന്റെ ഈ കഥ പറച്ചിൽ. വേടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇവിടെ സ്ത്രീ പീഡനത്തിന് 3 കേസുകളുള്ള ആൾ. സ്ത്രീ പീഡനത്തിന് 3 കേസുകൾ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ്. ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് വേടൻ. മാത്രമല്ല ഈ പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പിന്റെ കേസ്, കഞ്ചാവ് പിടിച്ചതിന് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധൻ എന്ന് മുദ്ര കുത്തിയ വേടൻ അവിടെ പോയിട്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. വേടന്റെ ഈ പാട്ടിന് മുന്നിലാണ് രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ഇവിടുത്തെ സെലിബ്രിറ്റികൾ പോയി കണ്ട് അവിടെ ഇടിച്ചു നിന്നിട്ട് റീൽസ് ഇട്ടും കണ്ട് അത് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് ആരോപണം. അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനൊക്കെ NIA വരുന്നു, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വരുന്നു. അതൊക്കെ നടക്കട്ടെ. ഏതായാലും ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമരം പൊട്ടുകയാണ്. CJPയുടെ സമരം തീരുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ നിർത്തിപ്പോണമെന്നില്ല. ഇവർക്ക് കിട്ടുന്ന ജനപിന്തുണ ഇന്നത്തോടെ തീർന്നു എന്ന് പറഞ്ഞാൽ സോനം വാങ്ചുക്ക് ഇല്ല. അപ്പൊ സോനം വാങ്ചുക്ക് BJP പക്ഷത്തേക്ക് മാറി എന്നായിരിക്കും ഇപ്പൊ നാളെ കോൺഗ്രസ്സുകാർ പറയാൻ പോവുക. കോൺഗ്രസ്സുകാർ അതായിരിക്കും പറയാം എന്ന് പറഞ്ഞാൽ സോനം വാങ്ചുക്കിനെ BJP കയ്യിലെടുത്തു, BJP റാഞ്ചി. എന്ത് പറഞ്ഞാലും സോനം വാങ്ചുക്ക് ഏതായാലും ഈ പറയുന്ന ഈ കൂട്ടുകെട്ടിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. സോനം വാങ്ചുക്കിന്റെ ഭാര്യയും കൃത്യമായി CJPയെ തള്ളിപ്പറയുന്നു, കോൺഗ്രസിനെ തള്ളിപ്പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു പ്രശ്നത്തിൽ വളരെ സജീവമായി കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുകയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തു വന്നു. പുതിയൊരു നിയമം എന്ന് പറഞ്ഞാൽ നിയമം കർക്കശമാക്കുന്നത് സംബന്ധിച്ച പാർലമെന്റ് ഒരു ബില്ല് കൊണ്ടുവരുന്നു. അപ്പൊ ഇത്തരത്തിൽപ്പെട്ട നടപടികളുമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി സർക്കാരിനെ വിമർശിക്കുന്ന ആർക്കും അധികാരമില്ലാന്നേ. കാരണം ഒരു സർക്കാരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സമരം പൊട്ടുകയാണ്. ഈ സമരം അവസാനം ദേശവിരുദ്ധ ശക്തികളുടെ സമരമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഏതായാലും നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം സോനം വാങ്ചുക്ക് അവരുടെ പക്ഷത്ത് ചേർന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അഭിജിത് ദീപ്കെ ചിറകൊടിഞ്ഞ പാറ്റയായി അഭിജിത് ദീപ്കയും കൂട്ടൻ ഇരിക്കുന്നു. ആ ചിറകൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട്, തുന്നിക്കൂട്ടാൻ വേണ്ടിയിട്ട് MA ബേബിയും ബ്രിട്ടാസും ഇവിടുന്ന് AA റഹീമും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുറെ കാലം കൂടി ശ്രമിക്കട്ടെ. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.